2017 ബലേനോ പെട്രോളാണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ്. സെക്കൻഡ് ഓണറാണിത്. ഇത് 2009 മോഡലാണ്. പക്ഷേ 5 വർഷത്തേക്ക് പേപ്പർ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് ഇത്രയും വർഷമായ വണ്ടി എന്നതിൽ ഒരു റീപ്ലേസും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. ടിയാഗോ NRG എന്ന് പറയുന്ന നമ്മൾ 2021-22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് പെട്രോളാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടൂർ ഭാഗത്താണ് കേട്ടോ. കൊല്ലമൊക്കെ വിട്ടിട്ട് അടൂരോട്ട് വന്നിട്ടുണ്ട്. അടൂർ ഒറ്റ കടയെ കിട്ടിയുള്ളൂ. പക്ഷേ അപ്പോൾ അടൂർ ക്രിസൻ്റ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അടൂരിൽ നിന്ന് പന്തളത്തോട്ട് പോകുന്ന വഴിക്ക് ക്രിസൻ്റ് എന്ന് പറയുന്ന ഷോപ്പാണ്. അതായത് അടൂരിൽ നിന്ന് പന്തളത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. രണ്ടാമത് വെറും ലോ ബഡ്ജറ്റ് വണ്ടികളല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും അതിന് മുകളിലോട്ടുള്ള നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. കിയയുടെ വണ്ടികളടക്കം കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല മാന്യമായ വിലയിലാണ് ചോദിക്കുന്നത്. ബാക്കി കട ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ വണ്ടികൾ കൊണ്ടുപോകുന്ന സെറ്റപ്പൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പം നമുക്കത് അതിൻ്റേതായ ബാക്കിയുള്ളവർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ രീതിയിൽ ചേട്ടൻ നമുക്ക് വില പറയും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി മിതമായ വിലയിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാൻ വേണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഷൈജു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മൾ പന്തളം ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള എൻ്റെ ആദ്യത്തെ കാറുകടയാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ കിടക്കുന്ന കണ്ടിട്ട് കയറിയാണ്. ഇടത്തരം ഫാമിലിക്കാർക്ക് എടുക്കാൻ പറ്റുന്ന തുകയ്ക്കുള്ള വണ്ടികൾ ഉണ്ട്. നിങ്ങൾ ആദ്യമേ എന്നോട് പറഞ്ഞൊരു പറച്ചിൽ എന്ന് പറയുന്നത് സെയിൽസുകാർക്കെണ്ണം വണ്ടി കൊടുക്കും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, ഡീലർമാർക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തരാൻ പോകുമ്പോൾ ആ പറയുന്ന ഒരു പ്രൈസിനായിരിക്കും അത് ഈ സാധാരണ കടക്കാർ ചോദിക്കുന്ന പോലുള്ള വില അണ്ണം ചോദിക്കൂ? അല്ലല്ല, ഡീലർമാർക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പൈസയൂടെ തന്നേ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഫണ്ട് മുടക്കിയിട്ട് മറ്റേത് മുടക്കാതെ തന്നെയാണ് നമ്മൾ കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എന്നാലും ബാക്കിയുള്ളവർ ഇപ്പം അണ്ണൻ്റെ എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കുന്ന ആൾക്കാർ പറയുന്ന പ്രൈസിനേക്കാളും വില കുറച്ചായിരിക്കുമല്ലോ പറയുന്നത്? തീർച്ചയായിട്ടും ആ ഡീലർമാർ കൊടുക്കുന്നതിനേക്കാളും എന്തായാലും കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു 1.5 രൂപ മുതലുള്ള വണ്ടിയുണ്ട്. 1.5 രൂപ തൊട്ടുണ്ട്? 1.5 അല്ല, അതിന് ഇച്ചിരി കൂടെ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് കൊടുക്കാം? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്ന താറിൻ്റെ വിശേഷങ്ങൾ. താറ് അതിന് മുന്നേ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു. ഇത് അടൂർ MC റോഡിലാണ്. അടൂർ ടൗണും കഴിഞ്ഞിട്ട് കോട്ടയം പോകുന്ന റൂട്ടിലാണ്. സ്ഥാപനത്തിൻ്റെ പേര് ക്രസൻറ്റ് യൂസ്ഡ് കാർസ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തീർച്ചയായിട്ടും. ഓക്കെ. ഫസ്റ്റ് കാർ താറ്. താറ് 2022 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇപ്പോൾ 40 സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ്. ഈ വണ്ടിക്ക് ആകെ നല്ല ഡീസൻ്റ് ആയിട്ടിരിക്കുക. ഈ സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റവും ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. DRL ഉള്ള ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പുതുതായിട്ട് മാറി വെച്ചേക്കാണ്. അതെ. ടയേഴ്സ് ഫസ്റ്റ് ടയർ കമ്പനി വന്ന ടയറാണ്. സ്റ്റെപ്പിന് ടയർ യൂസ് ചെയ്തിട്ടില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല? ഇല്ല. ഫ്രഷ് സ്റ്റെപ്പിനെയാണ് കിടക്കുന്നത്. ഓക്കെ. ചോദ്യം എത്രയാ? ഇത് വന്നിട്ട് 1650. 1650. ഈ ഇറങ്ങിയ സമയത്ത് എന്താ കാണും? ഇപ്പോൾ ഇതിന്റെ വില 21 മേളിൽ വരും. 21 എന്തായാലും ഉറപ്പായിട്ടും 21 ഉണ്ട്. നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കതൊരു 2 രൂപ മതി. 2-2.5 രൂപ മതി. നല്ല കസ്റ്റമർ ആണെങ്കിൽ 14.5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. മാസം അടവ് എങ്ങനെയായിരിക്കും? അത് 14.5 എടുക്കുവാണെങ്കിൽ ഒരു 30,000 എബോവ് വരും. ആ റേഞ്ച് വരും. എന്തായാലും ഈ വണ്ടി എടുക്കാൻ പോകുന്നവന്റെ പൈസ ഇല്ലാതെ എടുക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഒരു 5 വർഷമാണോ അതോ 7 വർഷം കിട്ടുമോ ലോൺ? ഈ 5 വർഷമേ കിട്ടത്തുള്ളൂ. 5 വർഷം അത്രേ കിട്ടത്തുള്ളൂ. പുതിയ വണ്ടിക്ക് മാത്രമേ 7 വർഷം കിട്ടത്തുള്ളൂ. കിയ 2020 HTX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ മാനുവലാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ക്ലെയിം ഒന്നുമില്ല. 0 ക്ലെയിം. ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. ഡീസലാണ്. HTX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്.
ടയേഴ്സൊക്കെ രണ്ടാമത് മാറി. അതിൽ ടയർ എനിക്ക് തോന്നുന്നു ടയർ മാറിയതാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ടയർ എന്തായാലും ഉണ്ട്, ടയർ മാറിയിട്ടുണ്ട്. 72 ഓടിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലൊക്കെ പക്ക. ഇൻറ്റീരിയറിൽ നമ്മളൊന്നും ചെയ്തതല്ല, കസ്റ്റമറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വാഷ് ചെയ്തിട്ട് അത് മാത്രമേ ഉള്ളൂ. ഇത് മൈലേജ് എന്തോ കാണും? ഒരു 20 അടുപ്പിച്ച് കാണും. ക്രെറ്റയുടെ സെയിം മൈലേജ് തന്നെ കിയയ്ക്കും കൊണ്ട് കിട്ടും. ഓ, ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ഇത് HTX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. 2020 ഇറങ്ങിയ വണ്ടിക്ക് അന്നേരം സൺറൂഫ് ഇല്ലായിരുന്നു. സ്റ്റാർട്ട് ബട്ടൺ എല്ലാം ഉണ്ട്. വണ്ടി തന്നെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇതിന് നമ്മൾ 13 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 13. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്കൊരു 12.5 കിട്ടിയാൽ ഇറക്കാൻ പറ്റും. അല്ല, അങ്ങനല്ല. 13 ചോദ്യം ഇറക്കാൻ പറ്റുന്ന ലോണിന്റെ എമൗണ്ട് ആണ്. കൊടുക്കുന്ന വണ്ടി വിലയാണ് ഞാൻ പറഞ്ഞത്. 12.5. ഓക്കെ. എന്നാൽ എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇവിടുന്ന് ലോണ്? ഇത് നമുക്കൊരു 2.5 രൂപ മതി. 2.5. ഓക്കെ. അപ്പോൾ ഒരു ബാക്കി 10 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഇത് കൂടുതലും 10 ലക്ഷം രൂപ സിവിൽ കറക്റ്റ് ആണ്. ഇപ്പോൾ പകുതി കസ്റ്റമറും സിവിൽ പൊട്ടുന്നുണ്ട് നമ്മൾ പേപ്പർ കൊടുത്തു കഴിഞ്ഞാലേ. ഇത് 2018 ബ്രെസ ZDI ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കാണ് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്. ടയർ 4 പുതിയ ടയർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഒരു വീട്ടിൽ തന്നെ 2 പേര് മാറിയിട്ടുണ്ട്. ഡുവൽ ടോൺ ആണല്ലേ? ഡുവൽ ടോൺ. സെക്കൻഡ് ബ്ലാക്ക് പെയിന്റ് രണ്ടാമത് ചെയ്താ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇപ്പൊ ചെയ്താ. അതും പ്രത്യേകം ചെയ്തതാ. അത് ഇപ്പൊ ചെയ്താ. ZDIക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വരുത്തില്ല. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. റീപ്ലേസ് ആയിട്ട് ഡോർ മാറിയിട്ടുണ്ട്. ഡോറാണ്? റൈറ്റ് സൈഡിൽ ഒരു ഡോർ മാറിയിട്ടുണ്ട്. വണ്ടി അല്ല, കാണാനൊക്കെ കൊള്ളാം. മുകളിൽ പെയിന്റ് ആണോ സ്റ്റിക്കർ ആണോ? അത് പെയിന്റാ ചെയ്തിരിക്കുന്നത്. അത് പോപ്പുലറി കൊടുത്ത് ഇപ്പൊ ചെയ്താ. ആ സിസ്റ്റം ഇപ്പൊ പോപ്പുലറിൽ നിന്ന് മാറിയതാ. എത്ര ചോദ്യം? എത്രയാ ഇത്? 9 ലക്ഷമാണ് ചോദിക്കുന്നത്. 9. ലോൺ എങ്ങനെയാണ്? ലോൺ നമുക്ക് 7 ലാക്ക് വരെ ലോൺ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ഇറക്കാം. സ്വിഫ്റ്റ് 2022 മോഡലാണ്. VXI 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ല. കിലോമീറ്റർ ജെന്യൂൻ ആണോ? കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ബ്ലൂ കളർ. ബാറ്ററി പോയതാണ്. പുതിയ ബാറ്ററിയുടെ ഇപ്പോൾ മാറി കൊടുക്കും. നമ്മൾ ഇട്ടിട്ടില്ല. പുതിയ ബാറ്ററി വാങ്ങിച്ച് വെച്ച് കൊടുക്കും. ബാറ്ററി പോയിരിക്കുവാണ്. പുതിയ ബാറ്ററി മാറി കൊടുക്കും. ഫോട്ടോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം വരുന്നത്. എല്ലാം ഉണ്ട്. യാതൊരു ക്ലെയിമും ഇല്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ക്ലെയിം ഒന്നുമില്ലെന്ന് പറഞ്ഞു. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. അഴുക്കൊന്നും പിടിച്ചിരിപ്പില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇതിന് 6.5 ചോദിക്കുന്നത്. നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 50 രൂപ 60 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇത് വെന്യൂ 2020 മോഡലാണ്. SX ടർബോ പെട്രോൾ മാനുവൽ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡൻറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. ഓടി ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. ബാക്ക് ടയറും ഒക്കെ ഫസ്റ്റ് ടയർ തന്നെ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതുള്ളതാണ്? അതെല്ലാം കമ്പനി വരുന്ന. ആ സീറ്റ് കവർ ഉൾപ്പെടെ കമ്പനിയിൽ നിന്ന് വരുന്ന. ഫോട്ടോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ആൻഡ്രോയിഡ് സിസ്റ്റം. സൺറൂഫും വരുന്നുണ്ട്. ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ്. ഇത് SX ടർബോ എന്ന് പറയുന്ന വേരിയന്റാ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 15 അടുപ്പിച്ചൊക്കെ കാണും. അത്രേ കാണത്തുള്ളൂ. എത്ര ചോദ്യം? എത്രയാ? ഇതിന് 8 ലാക്കാണ് ചോദിക്കുന്നത്. നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വിലയിൽ ഒരു നല്ല അഡ്ജസ്റ്റ്മെന്റ്സ് വരുമോ? അത്യാവശ്യം വില കുറച്ച് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ടും കൊടുക്കാം. ഇന്നോവ 2014 Z എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. 1.37 ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിമർ റീപ്ലേസ് ഒന്നുമില്ല. ടയർ 4 പുതിയതാണ്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അകം നോക്കുകയാണെങ്കിൽ ചെറിയൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകം നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. കമ്പനി സർവീസ് വണ്ടിയാണ്.
അതൊക്കെ കാര്യം ഇത് കമ്പനി സർവീസ് തന്നെയാണ് ഇപ്പോഴും വരെയുള്ളതും കമ്പനി സർവീസ് വണ്ടിയാണ് നിലവിൽ. ഒറിജിനൽ കേരള വണ്ടിയുമാണേ. നമ്മൾ 12.5 ചോദിക്കുന്നത്. 12.5. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വില ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയ തുകയാണോ എണ്ണ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ആൾക്കാർ വന്നു കഴിയുമ്പോൾ 5-10 കുറയ്ക്കുന്ന അതല്ല, അതിനേക്കാളും മാറ്റം വരും. തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നു എന്നുള്ളത്. അതായത് വന്നിട്ട് പിന്നെ വലിയ ബാർഗനിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാന്യമായ ഒരു കൂട്ടലിട്ടിട്ട് പറയാം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ. ക്രെറ്റ 2016 SX പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണേ. 85 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. അടിപൊളി അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല ടയേഴ്സാണ്. ടയേഴ്സൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് ആൻഡ്രോയിഡ് സിസ്റ്റം കമ്പനി വരുന്നതാണ്. SX അല്ല ഇത്, SX-ന് വരും. ഓക്കെ. വണ്ടിക്കാകെ സൺറൂഫ് ഒഴിച്ചില്ല. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണേ. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളത്. കമ്പനി വന്നപ്പോൾ അതേ മോഡൽ തന്നെ കിടക്കുകയാണ്. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സാണെന്ന് പറഞ്ഞു. റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഡിക്കി സൗകര്യമുണ്ട്. സെക്കൻഡ് ഓണറാണേ. ഓക്കെ. എത്ര ചോദ്യം ഇതിന്? 8.75. 8.75. ലാസ്റ്റ് പ്രൈസ് അല്ല, വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ. ഇത് ഈ വണ്ടി ഇറക്കണേ ഏകദേശം എത്ര ഇറക്കേണ്ടി വരും? ഇതിനൊരു 2 രൂപ മതി. 2-3 രൂപ മാക്സിമം. നല്ല കസ്റ്റമർ അനുസരിച്ചാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ലോൺ കിട്ടുന്നത്. നല്ല കസ്റ്റമറിനാണെങ്കിൽ നല്ല ലോൺ കിട്ടും. 2017 ബലേനോ പെട്രോളാണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ്. സെക്കൻഡ് ഓണറാണിത്. ഓക്കെ. കിലോമീറ്റർ 62. 62 ഓടി. ഈ കിലോമീറ്റർ തിരുമറി ഒന്നുമില്ല. ഇതെല്ലാം ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് വണ്ടികളാണ് ഈ കാണിച്ച എല്ലാം. ഒരു കമ്പനി സർവീസ് വണ്ടികളെല്ലാം കമ്പനി സർവീസ് വണ്ടികളാണ്. ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നത്. മേജർ ആക്സിഡന്റ് ഉണ്ടെന്ന് വെച്ചാൽ ടച്ചിങ് ഒക്കെ ഉണ്ടാവും. അത് എല്ലാ വണ്ടിക്കും ടച്ചിങ് ഒക്കെ ഉണ്ടാവുന്ന. പെയിന്റ് ടച്ചിങ് ഒക്കെ കാണും. വേറെ ഭയാനകമായ അപ്രോൺ പൊട്ടിക്കുക, ഡോർ വലിയ. നമ്മൾ ക്ലെയിം ഉള്ള വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. വണ്ടി ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എത്രയും ചോദ്യം? ഇതിന് ചോദിക്കുന്ന വില 5.5 നമുക്ക് വില ഇതിന് ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വിലയാണ്. ഈ വില കേട്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചീത്ത വിളിക്കരുത്. ആദ്യം എന്താ ഈ മനുഷ്യനെ വിളിച്ച് തിരക്കുക. നിങ്ങൾ ഈ വണ്ടി എത്ര രൂപയ്ക്ക് തരും ലാസ്റ്റ് എന്നുള്ള തിരക്കുക. തിരക്കി കഴിഞ്ഞിട്ടും വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയുക. തീർച്ചയായും. അല്ലേ? അല്ല, മിക്കവാറുള്ളവരും ഈ വീഡിയോയിൽ പറഞ്ഞ വില കേട്ടിട്ട് കമന്റ് അടിക്കുന്ന പകുതി ആൾക്കാരും വണ്ടി എടുക്കാനല്ല. അതെനിക്കറിയാം. ഞാനത് വർഷങ്ങളായിട്ട് വീഡിയോ കാണുന്നതാണ്. വർഷങ്ങളായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണ്. കമന്റ് അടിക്കുന്ന പകുതി ആൾക്കാർ കമന്റ് എഴുതുമല്ലോ വില കൂടുതലാണ്. അവരൊന്നും ഉടനെ ഒന്നും വണ്ടി എടുക്കത്തില്ല. 10 വർഷം കഴിഞ്ഞ് വണ്ടി എടുക്കാനുള്ളവരായിരിക്കും കൂടുതലും. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. വണ്ടി വാങ്ങിക്കാനുള്ളവനായിരുന്നെങ്കിൽ അന്നേരം തന്നെ വിളിക്കും, കോൾ ചെയ്യും, കമന്റ് ചെയ്യത്തില്ല, കോൾ ചെയ്യുക, വണ്ടി എവിടെ ലൊക്കേഷൻ ചോദിക്കുക, വിലയും ചോദിക്കുക, വരിക. അതാണ് ചെയ്യുന്നത്. അതെ. ഈ വിളിച്ച് ചോദിക്കുമ്പോൾ ലാസ്റ്റ് പ്രൈസ് പറയുമല്ലോ? തീർച്ചയായിട്ടും പറയാം. അവർ ദൂരെ നിന്ന് വരുന്നവർ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ വിളിച്ച് വരുത്തത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആ പറഞ്ഞ വിലയാണ് ലാസ്റ്റ് പ്രൈസ്? അതെ. അവരോട് നമ്മൾ പറയും ലാസ്റ്റ് എന്ത് വിലയ്ക്ക് കൊടുക്കാവുന്നുള്ളത്. ഇത് ടിയാഗോ NRG എന്ന് പറയുന്നത് നമ്മൾ 2021, 22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് പെട്രോളാണ്. കിലോമീറ്റർ പക്ഷേ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ ടയർ മൊട്ടയാണ്. ടയർ ഇച്ചിരി കുറവുണ്ട് ഈ വണ്ടിക്ക്. മാറ്റി കൊടുക്കൂ? ഏതാ മാറ്റി വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. വണ്ടിക്കകം പക്ഷെ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ടയർ ചെറിയ ഡാമേജുകളുണ്ട്. ചെറിയ ഡാമേജുകളേ ഉള്ളൂ. 1-2 സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകം പക്ഷെ കാണാൻ കൊള്ളാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ആണ് ഇത് പറയാൻ ടയർ ഇച്ചിരി കുറവുണ്ട് പറയാനുള്ളത്. അതെ. പിന്നെ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയ ഡെന്റിങ് ഉണ്ട്. ഇത്രയും വണ്ടിക്കകത്ത് നിങ്ങൾ ഇത്രയും വണ്ടിക്കകത്ത് ഈ ഒരു ഡെന്റിങ് അല്ലേ കണ്ടിട്ടുള്ളൂ? അതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. ഞാൻ കണ്ടുപിടിച്ചാണ്. അപ്പോൾ എത്ര ഇത് ചോദ്യം? ഇതിന് നമ്മളൊരു 4 lakh 4 ലക്ഷം രൂപ. അതെ. ഈ വരുന്നതിനകത്തും വ്യത്യാസങ്ങളുണ്ടാവും? ഉണ്ടാവും. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് സെലീറിയോ 2015 VXI ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ ഒന്നുമില്ല. അത് ഹിസ്റ്ററി എടുക്കുമ്പോൾ അറിയാമല്ലോ. ഒന്നുമില്ല. ബോണ്ട് ഒന്ന് പൊക്കി കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ആ രീതിയിൽ കാണാൻ കൊള്ളാം. സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഫോർഡോ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ആട്ടെ.
ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ക്രോസ് ബാറിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ സൈഡാണ് ഇടിച്ചതെന്ന് പറയുന്നത്, മാറിയെന്ന് പറയുന്നത്. പക്ഷേ ഡോറ് സൈഡിലേക്കൊന്നും വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒന്നും മാറിയിട്ടില്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഈ ഒരു ഡോർ മാത്രമാണ് മാറിയേക്കുന്നത്. എത്ര ചോദ്യം ഇതിന്? 375 375. ഈ ഇപ്പം ഒരു ലാസ്റ്റ് പ്രൈസ് പറയാൻ പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഇപ്പൊ ഡോറൊക്കെ മാറിയല്ലേ? അപ്പം ഒരു ഡോറല്ലേ മാറിയിട്ടുള്ളൂ, അത് നോർമൽ. അത് ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആകുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ക്ലെയിം വരുവാണെങ്കിൽ, ചെറിയ ഡാമേജ് ഒക്കെ വരുവാണെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി ഇവർ മാറാൻ പറയും. അതത്രേ ഉള്ളൂ. കസ്റ്റമർ അത് മാറിക്കും, കാരണം 1000 രൂപ അടച്ചാൽ മതിയല്ലോ. അതെ അതെ അതെ. അപ്പം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആകുമ്പോൾ അതങ്ങ് മാറും, അവരതൊന്നും നോക്കാനൊന്നും ശ്രമിക്കത്തില്ല, അത്രേ ഉള്ളൂ. ഇത് A സ്റ്റാർ ആണ്, ചെറിയ കസ്റ്റമർക്കുള്ള വണ്ടിയാണ്. ഇത് 2009 മോഡലാണ്. പക്ഷേ 5 വർഷത്തേക്ക് പേപ്പർ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് ഇത്രയും വർഷമായ വണ്ടി എന്നതിൽ ഒരു റീപ്ലേസും ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXI ആണ് വണ്ടി. കിലോമീറ്റർ ജെനുവിൻ ആണേ? കിലോമീറ്റർ അത്യാവശ്യം ടയറുകളുണ്ട്. അല്ല, കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് തന്നെ, അത് ജെനുവിൻ ആണേ? ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. കൊള്ളാം, നല്ല നീറ്റായിട്ട് ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. പഴയ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പെയിൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റീപെയിൻറ്റ് എന്തായാലും കയറി കാണും, ഇത്രയും വർഷത്തെ വണ്ടിയാകുമ്പോൾ അത് കയറാതിരിക്കാൻ ഒരു വഴിയില്ല. ബാക്ക് സൈഡൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പൊള്ളൽ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇതൊരു ആൾട്ടോ എടുക്കുന്ന ഒരു കസ്റ്റമറിന് നല്ലതാണ്. VXI ആണ്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. എത്ര ചോദ്യം? ഒന്നുമില്ല, 125 കൊടുത്തേക്കാം. 125. 5 വർഷത്തേക്ക് പേപ്പറും ഉണ്ട്. ഇവിടെ ഒരു പൊട്ടലുണ്ടല്ലോ കേട്ടോ, അതാ മിററിന്റെ ആണ്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 125. അതെ, അത് ലാസ്റ്റ് പ്രൈസ്. അത് ലാസ്റ്റ് പ്രൈസ്. അതിന്റെ ഇത് ഏറ്റവും കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് അങ്ങ് പറഞ്ഞതാ. ഈ ഗ്ലാസിനൊരു മങ്ങള് കാര്യങ്ങളുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ വണ്ടി കുറച്ച് ദിവസമേ ആയുള്ളൂ വന്നിട്ട്. പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയോ, ലോൺ കിട്ടത്തില്ല. ലോൺ വില 125 ഫുൾ പ്രൈസ്. ഇത് 2012 ഇന്നോവ G ആണ്. 210 ഓടിയിട്ടുണ്ട്. ഇത് ന്യൂ ഷേപ്പ് ആക്കിയ വണ്ടിയാണ്. ചെറിയ ക്ലെയിം വാങ്ങിച്ചിട്ട് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ. DRL ഹെഡ്ലൈറ്റും ഒക്കെ മാറിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്. ജെനുവിൻ കിലോമീറ്റർ 210 ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. ക്ലെയിം ഉണ്ട്, ക്ലെയിം ആയി കഴിഞ്ഞ പിന്നാണ് ന്യൂ ഷേപ്പ് ആക്കിയത്. ക്ലെയിം എന്താണ്? മേജർ ആക്സിഡന്റ് അല്ല, എന്നാലും ഫ്രണ്ട് തട്ടിയിട്ടുണ്ട്. ബോണറ്റ് ബമ്പർ അങ്ങനെയുള്ള വല്ല മാറിയിട്ടുണ്ടോ? ബമ്പറൊക്കെ മാറി കാണുമല്ലോ. പിന്നെ ബോണറ്റ് ഓൾറെഡി മാറുമല്ലോ ന്യൂ ഷേപ്പ് ആക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് തുറന്ന് കാണിച്ചാൽ. പിന്നെന്താ, അഫ്രോൺ സൈഡൊന്നും കുഴപ്പമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാം വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള വണ്ടി നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റിയിലിരിക്കുകയാണ്. നല്ല വൃത്തിയുണ്ട്, വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ടയേഴ്സ് പുതിയതാണോ? ടയർ 4 പുതിയതാണ്. വണ്ടിക്കകം അഫ്രോൺ മൊത്തത്തിൽ നോക്കുമ്പോൾ അകം വേറെ ഇടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, മേജർ ആക്സിഡന്റ് അകത്തോട്ടില്ല. ഇത് എന്തായാലും ഫ്രണ്ട് എന്തായാലും ഇടിച്ചിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ ഈ കണ്ടീഷനല്ലേ വാങ്ങി. എത്ര ചോദ്യം? എത്രയാ ഇതിന്? 7.5 രൂപയ്ക്ക് കൊടുക്കാം. 7.5. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2012 വണ്ടി. കിലോമീറ്റർ എത്ര? 210. ജെനുവിൻ കിലോമീറ്ററാ. അല്ല, അതുകൊണ്ടും ഈ തട്ടുള്ളതുകൊണ്ടാണോ ഈ വില? അതെ, അതുകൊണ്ടാണ് കുറച്ച്. അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പം ഒരുപാട് റീരജിസ്ട്രേഷൻ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കേരള വണ്ടിയുടെ ഒക്കെ വില ഇന്നോവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട്. അതുണ്ട്. അതൊരു വലിയൊരു ഇത് തന്നെയല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 1,25,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല വണ്ടികളായിരുന്നു. 1-2 വണ്ടികൾക്ക് ഉള്ള പോരായ്മകൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിലയിൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന വില കണ്ടിട്ട് കേട്ടിട്ട്
ബഹളം വെക്കാൻ നിൽക്കാതെ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആ ചേട്ടനെ വിളിക്കുക. വേണ്ടുന്നവർ വിളിച്ച് ചോദിച്ചാൽ അതിന് വേണ്ടുന്ന മാന്യമായ തുക പറയാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഒരുപാട് ബാർഗെയിൻ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നും ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കും എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മാന്യമായൊരു വിലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. ഞാനൊരു വില പറയാം, ആ വില കേട്ടിട്ട് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യട്ടെ. കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അവസാന പ്രൈസായിട്ടുള്ള ഒരു പ്രൈസ് പറയാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മാന്യമായ വിലയിൽ നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കടയിൽ ആദ്യമായിട്ടാണ്, പക്ഷേ വണ്ടികൾ കണ്ട രീതി വെച്ച് നോക്കുമ്പോൾ നല്ല വണ്ടികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്നിരുന്നാൽ പോലും യൂസ്ഡ് വണ്ടിയാണ്. നിങ്ങളൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണം. എൻ്റെ പൊന്നണ്ണ, എന്നെ ഇട്ട് ചീത്ത വിളിപ്പിക്കരുത്. എന്നെ ചീത്ത വിളിക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ നോക്കി നല്ല രീതിയിൽ വണ്ടികൾ എടുത്തുകൊണ്ട് പോയി നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.